വാക്കുകൾ കൊണ്ട് TMS പൂക്കോഴത്തങ്ങൾ നഗരിയെ രണ്ടത്താണി MLA അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമുൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള സാദാത്തുക്കളെ, പണ്ഡിത വരേണ്യന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, ജാമിയ നൂരിയയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തന്നെ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചവും അതിൻ്റെ ചിട്ടയാർന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണിത്. ഈ സമ്മേളനത്തിൽ നിന്നിട്ട പേര് ദഅവ സമ്മേളനം എന്നാണ്. സത്യത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിത സമൂഹം വളരെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദഅവത്ത് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും തന്നെ അവൻ്റെ ജീവിത പാന്താവിൽ നിന്ന് വേറിട്ട് നിർത്താൻ കഴിയാത്ത ഒന്നാണ് ദഅവത്ത്. ഷഹാദത്ത് കലിമ പോലെ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് പോലെ നമുക്ക് സമൂഹത്തോട് ചെയ്യേണ്ട കർത്തവ്യമാണ് ദഅവത്ത്. ആ ദഅവത്ത് നേരായ വഴിയിലൂടെ ലഭിക്കാതെ പോകുമ്പോഴാണ് ലോകത്ത് നിന്നുണ്ടാകുന്ന എല്ലാവിധ വിനാശകരമായ കാര്യങ്ങളും മതത്തിൻ്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതത് കാലഘട്ടങ്ങളിൽ പ്രവാചകൻ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നീട് വന്ന ആ പരമ്പരയുടെ കണ്ണിയിലൂടെ പണ്ഡിത വരേണ്യന്മാരുടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ നന്മ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലഘട്ടം തൊട്ട് അത് കഴിഞ്ഞ് വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ ഇന്നെത്തി നിൽക്കുന്ന ഈ വലിയ പണ്ഡിത സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ആ ദൗത്യത്തിന് ഒരിക്കലും ഒരു രാജ്യത്തെ ആരുടെ മുമ്പിലും ഇസ്ലാമിനെ വികലമാക്കി എവിടെയും അവതരിപ്പിക്കുന്നു എന്നോ മറ്റേതെങ്കിലും സമുദായത്തെയോ സമൂഹത്തെയോ വിദ്വേഷത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുകയോ ചെയ്യാതെ മഹത്തായ ആ ദൗത്യം നിർവഹിക്കുകയാണ്. ആ ദൗത്യ നിർവഹണത്തിൻ്റെ പാന്താവിൽ എപ്പോഴും നന്മയുടെ വഴിയുണ്ട്. ആ നന്മയുടെ വഴിയാണ് പ്രബോധനത്തിന് വേണ്ടി ഒരു ഇസ്ലാമിക രാഷ്ട്രം തേടി പോകുന്ന ശൈലിയല്ല റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വീകരിച്ചത്. അബീസീനിയയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോയ അവിടെ നിന്ന് ആളുകൾ, അവിടെ നിന്ന് മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോൾ അവരോട് ഇങ്ങോട്ട് തിരിച്ചു വരാനല്ല, അവിടെ നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനനുസരിച്ച് അവിടെ ജീവിച്ചുകൊണ്ട് പ്രബോധനം നടത്താൻ അവരോട് ആഹ്വാനം ചെയ്യാനുണ്ടായത്. അത് ഇസ്ലാമിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് ആ പ്രബോധനം നടത്തിക്കൊണ്ട് തന്നെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാമിക പ്രബോധനമാണ് ഇന്നെല്ലാവരും അപകടമായി കാണുന്നത്. എവിടെയെങ്കിലും ഒരാൾ അവൻ്റെ ഹിതത്തിനനുസരിച്ച് ഒരാൾ ഇസ്ലാമിനെ സ്വീകരിച്ചാൽ, ഒരു മതം സ്വീകരിച്ചാൽ, ആ മതം സ്വീകരിച്ചതിന് കാരണം ദഅവത്ത് നടത്തിയ പണ്ഡിതന്മാരാണോ എന്ന് പരിശോധിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം, ഇന്ത്യയുടെ കഴിഞ്ഞകാല സാഹചര്യം അതായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ്. അദ്ദേഹം ദഅവത്ത് കൊണ്ട്, തൻ്റെ പുഞ്ചിരി കൊണ്ട്, തൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു ജനതയെ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആരും അത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല.
ആരും ആ ചെയ്തത് അപകടമാണെന്ന് പറഞ്ഞിട്ടില്ല, നന്മ കൽപ്പിക്കുകയാണ്. ആ നന്മ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് കടന്നു വരാം. ഇന്ത്യയിലേക്ക് മതപ്രബോധനകന്മാർ കടന്നു വന്നപ്പോഴൊക്കെ അതായിരുന്നു. മാലിക് ദീനാർ കടന്നു വന്നപ്പോഴും 2 കൈയും നീട്ടിവിടുത്ത ഇതര മതസ്ഥർ സ്വീകരിച്ചു. അവർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും പ്രബോധനവും ദഅവത്തിനും അതിൻ്റെതായ നന്മയും അതിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മഹത്തായ പാരമ്പര്യമുള്ള മണ്ണാണിത്. ആ ദഅവത്തിന് നാം തിരഞ്ഞെടുക്കുന്ന മാർഗവും യഥാർത്ഥ നന്മയുടെ മാർഗമാകണം. അങ്ങനെ പട്ടിക്കാട് ജാമിഅ നൂരിയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ ഓരോ പണ്ഡിതന്മാരും ഓരോ പ്രദേശത്തെയും ഖുത്ബ നിർവഹിക്കുകയും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയും പരിശുദ്ധമായ ദീനിന്റെ നന്മ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ നല്ല പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് വലിയ നന്മയാണ്. വലിയ മഹത്തുക്കളായ ആരുടെ മുമ്പിലും അഭിമാന പുരസ്സരം. ഞാനിന്നലെ മഹാനായ അലിക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള നേതാക്കന്മാർ, ഞാൻ ഇന്നലെ അദ്ദേഹം എഴുതിയ ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനം ഇന്നൊരു പൊതുസമ്മേളനത്തിൽ പോയി ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ടായ കാരണം ആ ലേഖനത്തിലെ ചില പരാമർശങ്ങളാണ്. കാരണം ഒരു പണ്ഡിതൻ എത്രമാത്രം ഉയർന്ന് ഒരു സമൂഹത്തിന്റെ മുഖ്യമായ ധാരയിൽ തന്റെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രമായി എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആദർശപരമായ പല വിയോജിപ്പുകളും ഇതിൽ പലരോടുമായി നമുക്കുണ്ടാകാം. എങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള വിഷയങ്ങളെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് പൊതുസമൂഹത്തിനെ ഒരുമിപ്പിച്ചു നിർത്തുക എന്ന ചുമതല നിർവഹിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകം. ഞാൻ ആ വാചകം പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഓരോ പണ്ഡിതന്മാരും നമ്മുടെ പണ്ഡിതന്മാർ അതത് കാലഘട്ടങ്ങളിൽ ഏറ്റെടുക്കേണ്ട ദൗത്യം, ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ള വലിയ ചുമതല പട്ടിക്കാട് ജാമിഅ നൂരിയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പണ്ഡിതന്മാരുടെ നന്മയാണ്. അവരെന്നും ഇസ്ലാമിന്റെ കൂടെയാണ് നിന്നത്. അവരെപ്പോഴും സമുദായത്തിന്റെ നന്മയോടൊപ്പമാണെന്നത്. അവരൊരിക്കലും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഈ മഹാപണ്ഡിതന്മാർ ഒരുപാട് ഇവിടെ ജീവിച്ചിട്ടും എത്രയോ പണ്ഡിത വരേണ്യന്മാർക്ക് ജന്മം നൽകിയിട്ടും ഈ പട്ടിക്കാട് ജാമിഅ നൂരിയ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരത്തിലേക്ക് ഒരു പണ്ഡിതനെ ഉയർത്താൻ പട്ടിക്കാട്ട് ഒരു ആലിമും തയ്യാറായിട്ടില്ല എന്നുള്ള വലിയ നന്മ നിലനിൽക്കുകയാണ്. കാരണം ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിന് തുല്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരാളെ ഉയർത്തിക്കൊണ്ടുപോയിട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്വഭാവതാണ് നമുക്ക് ലജ്ജ തോന്നും. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരത്തിലേക്ക് മനുഷ്യൻ പിന്നീട് വരുന്നവരെത്തിച്ചേരുകയും സ്വയം മൗലൂദ് ഉണ്ടാക്കുകയും അവനവന്റെ പേരിൽ വലിയ പാട്ടുകൾ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള ഒരു ശൈലി എനിക്ക് ഇതിനേക്കാളും എത്രയോ വലിയ വലിയ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ ഈ മണ്ണിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പിഴവും ആർക്കും സംഭവിച്ചിട്ടില്ല എന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ നന്മയായി ഞാൻ കാണുകയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ജാമിഅയുടെ ഏറ്റവും വലിയ സവിശേഷതയെ ഞാൻ കാണുകയാണ്. ഈ പണ്ഡിതന്മാരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. ആ മഹാപണ്ഡിതന്മാരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നവർ, ഇവിടെ നിന്ന് കഴിഞ്ഞു പോയവർ, ആ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിന്റെ നന്മ മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്. അവർ സമൂഹത്തിലേക്ക് നൽകിയവരാണ്. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളാണ് ഈ കടന്നു പോകുന്നത് എന്ന് നമുക്ക് തലമുറക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ദഅവത്തിന്റെ വഴി തുറക്കാൻ കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന ഈ ദഅവ സമ്മേളനം എന്തുകൊണ്ട് ശ്രദ്ധേയമാണ്? ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നാം ഏറ്റെടുക്കേണ്ട ഇസ്ലാമിക പ്രബോധന രംഗത്തു നാം ഏറ്റെടുക്കേണ്ട മാർഗം എന്ന് പറയുന്നത് ആ നന്മയുടെ മാർഗമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകുമ്പോൾ പോലും ഇവിടെ ഇതര മതസമുദായക്കാർ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും തന്റെ രാഷ്ട്രത്തിലെ ഇതര മതസമുദായക്കാരോട് അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരിയാണ് അള്ളാഹുവിനോട് ആദ്യം മറുപടി പറയേണ്ടി വരിക എന്ന് നമ്മോട് താക്കീത് നൽകുകയും ചെയ്ത ഒരു മതം ഇതര മതസ്ഥരായ സമൂഹത്തിനിടയിൽ പോലും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള വഴി എന്ത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ആ നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു നല്ല പ്രവർത്തനത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.